ഫ്രണ്ട്സ് ഇരിക്കും. ഇച്ഛാനിരിക്കെ ആദ്യം ഫ്രണ്ട്സ് ഇരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാന്ന് ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമില്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിലടച്ചിട്ട് നോക്കിയിട്ട് വരട്ടെ. ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വില ഉണ്ടാവില്ല. ഫ്രണ്ട്സ് എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ? സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി 2-3 വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും 1-2 വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ, ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ? എടാ നിന്റെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്നെ ഉള്ളതിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാനും പലിശയ്ക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാ, സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ? ഇറങ്ങുവാണെങ്കിൽ ഈ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. എടാ നിന്ന് ദേ ഇതൊന്നും പണയം വെക്ക്. അയ്യോ, ഇത് കല്യാണമോതിരല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറേ അത്യാവശ്യമുണ്ട്. നീ അത് കിട്ടറാശം മൊത്തം എടുത്തു, എന്നിട്ട് വന്നൊരു ഫുള്ളും വാങ്ങിച്ചു. ഫുള്ളാ? അപ്പോൾ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ? കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണമോതിരം പണയം വെച്ചിട്ട് കള്ളുപിടിക്കുന്ന ആദ്യമായിട്ടാണ്. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ. ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട്. റോസമ്മ എന്നാണ് ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു സാർ. വേണ്ടടി മറിയാൻ വശത്ത് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കാണാത്ത മട്ടിരുന്നു. ഇതേടിയല്ലേ എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുന്നത്? എന്നാ പറ്റി? ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നതാ. അവക്കൊരു വല്ലായ്മ, ക്ലിപ്പിട്ട് കിടത്തിയേക്കോ. ചേട്ടത്തി, ഇന്ന് ധ്യാനം തുടങ്ങുമല്ലേ, പോകുന്നില്ലേ? അയ്യോ പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. സന്ധ്യയായപ്പം ഗുളിക നോക്കിയിട്ടൊട്ട് കാണാനുമില്ല. ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യങ്ങ് നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും,
ഒന്ന് കയറി ചോദിക്കാവോ? എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല ഏട്ടത്തി, ശ്രീവാച്ചൻ എന്തിയടി? അവനിപ്പോ വരും. ഇങ്ങോട്ട് ചേർന്നിരിയടാ. ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുടുംബ നവീകരണത്തെക്കുറിച്ച്. എന്നാ ഒരു അനുഗ്രഹമായിരുന്നു. അമ്മച്ചി ഇരിക്കാം അമ്മച്ചി, ഞാൻ വിളമ്പിക്കോളാം. വേണ്ട മോളെ, അമ്മച്ചിക്ക് ഉപവാസമാണ്. മോനെടുത്ത് കഴിച്ചോളുമല്ലോ. അമ്മച്ചി പോയി കിടക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താനത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടേരേ. അല്ല, ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? ഇതുവരെ എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? കുറച്ചു നേരങ്ങളിട്ട് കൂടെ ഒന്നും ഇരുന്നുണ്ടോ? എങ്ങനെ ചെയ്യാൻ തോന്നി ആൾക്ക് എന്നോട് ഇങ്ങനെ? പറ. അമ്മച്ചി, ഞാനും വരണ്ട ധ്യാനത്തിന്. നല്ല കാര്യം. മോള് പോയി ഒരുങ്ങി, നമുക്കൊരുമിച്ച് പോവാം. എന്നാ കൊച്ചിനെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി. ശ്രീവാച്ചനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാമല്ലോ. ഞാൻ വരണോ അമ്മച്ചി? സിറ്റിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വിട്ടാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശരി. എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴുക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പൂവൽ പൊഴിച്ച് എടാ ശ്രീവാച്ച, നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഒന്ന് മിണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു വന്നത് മലമുഴുക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കോമാളി വാൻ. എടാ, നിനക്ക് ചെറിയൊരു കൈവത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും എണ്ണപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, അവിടെ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാപ്പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി. അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച ചെയ്തല്ല. അതല്ലടാ. എടാ, ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്. ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുരുക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും. കൊള്ളാം. ഇത്രയും കൊല്ലമേ നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ, ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവൻ്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടാ ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ അവന് വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടാ. എന്നാലും ഞങ്ങൾക്ക് ഒത്തിരി നേരം ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ചേട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ.
അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത മഹാപോക്രിത്തരായി പോയല്ലേ ഏട്ടാ. പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഏട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എടാ എന്തിനാടാ കൊട്ടായി നീ മേടിച്ചത്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ല ഏട്ടാ. ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ? അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി. ആത്മാവിലെ വാനങ്ങൾ